നമസ്കാരം. എനിക്കൊരു ശാരീരിക പ്രശ്നമുള്ളതിനാൽ ഒരു മാസം എനിക്ക് ക്ലാസ് ഇടാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. ഇനി മുതൽ കറക്റ്റായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഏപ്രിൽ 3 കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഏപ്രിൽ 3 2026 കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. ഏപ്രിൽ 2 വരെയാണ് നമ്മൾ കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഏപ്രിൽ 3 2026 കറണ്ട് അഫയേഴ്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പഠനഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ട് നീതി ആയോഗിന്റെ പിന്തുണയോടെ പ്രോജക്റ്റ് ആസ്പിയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മേഘാലയ. മേഘാലയയാണ് പഠന ഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ലക്ഷ്യമിട്ട് നീതി ആയോഗിന്റെ പിന്തുണയോടെ പ്രോജക്റ്റ് ആസ്പിയർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. ഏതാണ് ആ സംസ്ഥാനം? മേഘാലയ. അടുത്ത ക്വസ്റ്റ്യൻ, ക്യൂഡിംഗ ഏത് രോഗത്തിനെതിരായ വാക്സിനാണ്? ഏത് രോഗത്തിനെതിരായ വാക്സിനാണ്? ഡെങ്കിപ്പനി. അതിൽ തന്നെ ഉണ്ടല്ലേ ക്യൂഡിംഗ, ഡെങ്കിപ്പനി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ആരാണ് കേരളത്തിന്റെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ? രത്തൻ യു ഖേൽക്കർ. രത്തൻ യു ഖേൽക്കർ ആണ് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 മാർച്ചിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം. 2026 മാർച്ചിലും കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്തു. അതേതാണ്? BA.3.2. BA.3.2 ആണ് 2026 മാർച്ചിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വകഭേദം. അടുത്ത ക്വസ്റ്റ്യൻ, AI ചിപ്പുകൾക്കായുള്ള സെമി കണ്ടക്ടർ നിർമ്മാണ സംരംഭമായ ടെറാഫാബ് പദ്ധതി ആരംഭിച്ചത് ആരാണ്? ആരാണ്? ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് ആണ് AI ചിപ്പുകൾക്കായുള്ള സെമി കണ്ടക്ടർ നിർമ്മാണ സംരംഭമായ ടെറാഫഡ് പദ്ധതി ആരംഭിച്ചത്. ആരംഭിച്ച ആളുടെ പേരെന്താണ്? ഇലോൺ മസ്ക്. അടുത്തത്, മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ. യാനിക് സിന്നർ ആണ് മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സൺഷൈൻ ഇതിന് കൂടെ തന്നെ ഉള്ളതാണ്. സൺഷൈൻ ഡബിൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ പുരുഷ താരവും ആരാണ്? യാനിക് സിന്നർ ആണ്. അപ്പോൾ മിയാമി ഓപ്പൺ ടെന്നീസ് കിരീടം നേടിയത് ആരാണ്? യാനിക് സിന്നർ ആണ്. അദ്ദേഹം തന്നെയാണ് സൺഷൈൻ ഡബിൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ പുരുഷ താരവും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ വിക്ഷേപണ ഡ്രോൺ സംവിധാനം. എന്ത് സംവിധാനമാ? ഡ്രോൺ സംവിധാനം വായുബാൻ വികസിപ്പിച്ചത് ആരാണ്? വായുബാൻ വികസിപ്പിച്ചത് ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹെലികോപ്റ്റർ വിക്ഷേപണ ഡ്രോൺ സംവിധാനം വായുബാൻ വികസിപ്പിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് പുരാതന ഗുഹാചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് INS കൗണ്ഡിന്യ കപ്പലിന്റെ രൂപകൽപ്പന? ഏതാണ്? അജന്ത ഗുഹ. അജന്ത ഗുഹയുടെ പ്രചോദനം ഉൾക്കൊണ്ടാണ് INS കൗണ്ഡിന്യ കപ്പലിന്റെ രൂപകൽപ്പന ഉണ്ടായത്. മനസ്സിലായോ? അപ്പം ഇത്രയാണ് നമ്മുടെ ഏപ്രിൽ 3 കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. നന്ദി.